അമേരിക്ക, ജപ്പാൻ, ദക്ഷിണ കൊറിയ എന്നീ രാജ്യങ്ങൾ തമ്മിലുള്ള ത്രികക്ഷി സൈനിക സഹകരണത്തെ ശക്തമായി അപലപിക്കുകയാണ് ഉത്തര കൊറിയൻ ഭരണാധികാരിയായ കിം ജോങ് ഉൻ ഇപ്പോൾ. മേഖലയിലുള്ള സംഘർഷങ്ങൾ വർദ്ധിപ്പിക്കുകയാണ് ഇക്കൂട്ടർ ചെയ്യുന്നതെന്നും അദ്ദേഹം ശക്തമായി ആരോപിച്ചു. ഉത്തര കൊറിയയുടെ ആണവ ശക്തികളെ കൂടുതൽ വികസിപ്പിക്കുന്നതുൾപ്പെടെയുള്ള പ്രതിരോധ നടപടികൾ ഇതിനെതിരെ സ്വീകരിക്കുമെന്നും അദ്ദേഹം പ്രതിജ്ഞയെടുക്കുകയും ചെയ്തിട്ടുണ്ട്. തന്ത്രപ്രധാനമായ ആണവ സ്രോതസ്സുകൾ വിന്യസിക്കുകയും ജപ്പാനുമായും ദക്ഷിണ കൊറിയയുമായുള്ള സംയുക്ത സൈനിക അഭ്യാസത്തെയും കിം ശക്തമായി വിമർശിക്കുകയുണ്ടായി. ഇത് പ്രാദേശിക സൈനിക സന്തുലിതാവസ്ഥയെ തകർക്കുമെന്ന നീക്കമാണ് അദ്ദേഹം പ്രധാനമായും ചൂണ്ടിക്കാട്ടിയത്. പ്രാദേശിക സൈനിക സന്തുലിതാവസ്ഥ ഉറപ്പാക്കാൻ ഉത്തര കൊറിയ ആണവശക്തികൾ വികസിപ്പിക്കേണ്ടത് അനിവാര്യമാണെന്ന നിലപാടാണ് അദ്ദേഹം കൈക്കൊണ്ടിട്ടുള്ളത്. ഉത്തര കൊറിയയുടെ സുരക്ഷാ ഭീഷണികൾക്കെതിരെ സംയുക്ത പ്രതിരോധം ശക്തിപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ അമേരിക്ക, ജപ്പാൻ, ദക്ഷിണ കൊറിയ എന്നീ രാജ്യങ്ങൾ അവരുടെ ആദ്യത്തെ ത്രിരാഷ്ട്ര അഭ്യാസമായ ഫ്രീഡം എഡ്ജ് നടത്തിയതിനു ശേഷമായിരുന്നു അദ്ദേഹത്തിന്റെ ഈ പ്രസ്താവന പുറത്തു വന്നിരുന്നത്. ഈ സൈനിക അഭ്യാസത്തിന് 3 രാജ്യങ്ങളുടെയും യുദ്ധക്കപ്പലുകൾ, വിമാനങ്ങൾ, അമേരിക്കയുടെ ആണവ വിമാന വാഹിനി കപ്പൽ എന്നിവയും ഉൾപ്പെടുന്നുണ്ട്. പ്രാദേശിക സൈനിക സന്തുലിതാവസ്ഥ ഉറപ്പാക്കുന്നതിനായി സുസ്ഥിരമായ പ്രതിരോധ നടപടികൾ സ്വീകരിക്കുമെന്ന കിമിന്റെ പ്രതിജ്ഞയിൽ കൂടുതൽ ആണവ വികസനം മാത്രമല്ല, മറിച്ച് റഷ്യ, ചൈന തുടങ്ങിയ മറ്റ് രാജ്യങ്ങളുമായുള്ള സൈനിക സഹകരണവും കാര്യമായി ഉൾപ്പെടുന്നുണ്ട്. അമേരിക്കയുടെ തന്ത്രപ്രധാനമായ ആണവായുധ ശേഖരണവും യുദ്ധാഭ്യാസങ്ങളും ജപ്പാനുമായും ദക്ഷിണ കൊറിയയുമായുള്ള സൈനിക സഹകരണവും മേഖലയിലെ സൈനിക അസന്തുലിതാവസ്ഥയ്ക്ക് കാരണമാകുമെന്നും സുരക്ഷാ പരിസ്ഥിതിക്ക് ഗുരുതരമായ വെല്ലുവിളി ഉയർത്തുന്നുണ്ടെന്നും കിം പറഞ്ഞതായി റിപ്പോർട്ടുകൾ നിലനിൽക്കുന്നുണ്ട്. പ്രാദേശിക സാഹചര്യത്തിൽ അനാവശ്യമായ പിരിമുറുക്കം ഉണ്ടാക്കാൻ ഡെമോക്രാറ്റിക് പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് കൊറിയ ആഗ്രഹിക്കുന്നില്ല എന്നതാണ് ഉത്തര കൊറിയൻ സൈന്യത്തിന്റെ സ്ഥാപക ദിനം ആഘോഷിക്കുന്നതിന്റെ ഭാഗമായുള്ള പ്രതിരോധ മന്ത്രാലയത്തിന്റെ സന്ദർശന വേളയ്ക്കിടെ അദ്ദേഹം പ്രധാനമായും പറഞ്ഞിരുന്നത്. പക്ഷേ റഷ്യയുടെ യുക്രൈനുമായുള്ള യുദ്ധത്തെക്കുറിച്ചും സന്ദർശന വേളയിൽ കിം പ്രതിപാദിച്ചു. ഉത്തര കൊറിയയും റഷ്യയും തമ്മിലുള്ള തന്ത്രപ്രധാനമായ പങ്കാളിത്തത്തെക്കുറിച്ചുള്ള ഉടമ്പടിക്ക് അനുസൃതമായി തങ്ങളുടെ പരമാധികാരം, സുരക്ഷ, പ്രാദേശിക സമഗ്രത എന്നിവ സംരക്ഷിക്കുന്നതിനുള്ള റഷ്യൻ സൈന്യത്തിന്റെയും ജനങ്ങളുടെയും ന്യായമായ ലക്ഷ്യത്തെ ഉത്തര കൊറിയൻ സൈന്യവും ജനങ്ങളും എപ്പോഴും പിന്തുണയ്ക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. 3 വർഷത്തോളം നീണ്ടുനിന്ന റഷ്യ-യുക്രൈൻ യുദ്ധത്തിൽ ഇതുവരെ അയച്ച ഏകദേശം 11,000 സൈനികർക്ക് പുറമെ റഷ്യയിലേക്ക് കൂടുതൽ സൈനികരെ അയക്കാൻ ഉത്തര കൊറിയ തയ്യാറെടുക്കുന്നതായി സംശയിക്കുന്നതായി കഴിഞ്ഞ മാസം ദക്ഷിണ കൊറിയ വെളിപ്പെടുത്തിയിരുന്നു. യുക്രൈനുമായുള്ള യുദ്ധത്തിൽ റഷ്യയ്ക്ക് തുടർച്ചയായി പിന്തുണ നൽകുമെന്ന് ഉത്തര കൊറിയൻ നേതാവ് കിം ജോങ് ഉൻ വാഗ്ദാനം ചെയ്യുകയുണ്ടായി. ഉത്തര കൊറിയൻ സൈന്യവും ജനങ്ങളും റഷ്യൻ സൈന്യത്തിന്റെയും ജനങ്ങളുടെയും പരമാധികാരം, സുരക്ഷ, പ്രാദേശിക സമഗ്രത എന്നിവ സംരക്ഷിക്കുന്നതിനുള്ള ന്യായമായ ലക്ഷ്യത്തെ എപ്പോഴും കിം പിന്തുണയ്ക്കുകയും അതുപോലെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യും. റഷ്യയിലെ കുർസ്ക് മേഖലയിൽ മുൻനിരയിലേക്ക് ഉത്തര കൊറിയൻ സൈന്യം തിരിച്ചെത്തിയതായി യുക്രൈനിയൻ പ്രസിഡന്റ് സെലൻസ്കിയും സ്ഥിരീകരിക്കുകയുണ്ടായി. എന്നാൽ ഉത്തര കൊറിയൻ നേതാവ് കിം ജോങ് ഉന്നുമായി ബന്ധം പുനഃസ്ഥാപിക്കാനുള്ള ആഗ്രഹം പ്രകടിപ്പിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും രംഗത്തെത്തിയിരുന്നു. ഉത്തര കൊറിയയുടെ ആണവ പദ്ധതിയിൽ ആശങ്കയുള്ള അമേരിക്ക അവരുമായി ഒരു സഖ്യത്തിന് ശ്രമിക്കുന്നതായി ജാപ്പനീസ് പ്രധാനമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞതായും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട്. തന്റെ ആദ്യ ഭരണകാലത്ത് കീമുമായി നല്ല ബന്ധം സ്ഥാപിച്ചിരുന്നുവെന്നും ട്രംപ് മാധ്യമപ്രവർത്തകരോട് തുറന്നു പറഞ്ഞിരുന്നു. കീമുമായി ഇടപഴകാനുള്ള തന്റെ കഴിവ് ആഗോള സ്ഥിരതയ്ക്ക് ഗുണം ചെയ്യുന്നുവെന്നാണ് ട്രംപ് പ്രധാനമായും പറയുന്നത്. അമേരിക്ക ഉത്തര കൊറിയയുമായി നല്ല ബന്ധം സ്ഥാപിക്കുന്നത് ലോകത്തിലെ മറ്റ് രാജ്യങ്ങൾക്ക് ഏറെ ഗുണകരമാകുമെന്നും അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. 2018 അമേരിക്കയും ഉത്തര കൊറിയയും തമ്മിലുള്ള ആദ്യ ഉച്ചകോടിക്കായി ട്രംപും കിമും സിംഗപ്പൂരിൽ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ആണവ നിരായുധീകരണം സംബന്ധിച്ച് വിശാലമായൊരു കരാറിലാണ് ഈ കൂടിക്കാഴ്ച അന്ന് അവസാനിച്ചിരുന്നത്. പക്ഷേ ഇത് സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ ശരിക്കും അവ്യക്തമായിരുന്നു. ഉപരോധ ഇളവുകൾ, ഉത്തര കൊറിയയുടെ ആണവ പദ്ധതി എന്നിവയെക്കുറിച്ചുള്ള അഭിപ്രായ വ്യത്യാസങ്ങളെ തുടർന്ന് 2019 ഹനോയിയിൽ നടന്ന രണ്ടാമത്തെ ഉച്ചകോടി വെറുതെ അവസാനിച്ചു. ചരിത്രപരമായ കൂടിക്കാഴ്ചകൾ ഉണ്ടായിരുന്നിട്ടും അമേരിക്ക ഉത്തര കൊറിയ ചർച്ചകൾ സ്തംഭനാവസ്ഥയിലാണ് നിലനിൽക്കുന്നത്. ഉത്തര കൊറിയ തങ്ങളുടെ മിസൈലുകൾ പരീക്ഷിക്കുന്നുണ്ട്. കത്തുകൾ കൈമാറുന്നതുൾപ്പെടെ കീമുമായി വ്യക്തിപരമായ ബന്ധം നിലനിർത്താനുള്ള ട്രംപിന്റെ ശ്രമങ്ങൾ യഥാർത്ഥത്തിൽ ഫലം കണ്ടില്ല. പക്ഷേ കീമിനോട് പോരടിക്കാൻ പോയാൽ നല്ല പണി കിട്ടുമെന്ന് ഉറപ്പുള്ള ട്രംപ് ഇനിയും കീമിനെ തന്റെ കൂടെ കൂട്ടാനുള്ള തന്ത്രങ്ങളുമായി പുറകെ വരുമെന്നതിലും സംശയമില്ല.